ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ പോർഷൻ എന്തായിരുന്നു? നമ്മുടെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന 6th മോഡ്യൂളിനകത്തെ ഏത് പോർഷൻ വരെ പഠിച്ചു? ഇക്വേഷൻ ഓഫ് മോഷൻസ് അല്ലേ? ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറഞ്ഞു, അതേപോലെ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷനുമാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ഒരു കാര്യമായിരുന്നു സ്പ്രിങ്സ്, അതായത് പാരലും സീരീസും കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ്, അതായത് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ, അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷനും അതേപോലെ തന്നെ സ്പ്രിങ്സും അതും വെച്ചിട്ടും ഉള്ള പ്രോബ്ലമാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്തിരുന്നത്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് അൺഡാംപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ എന്താണ് അൺഡാംപ്ഡ് സിറ്റുവേഷനും അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഫ്രീ സിസ്റ്റംസുമാണ് അല്ലേ? സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, അതായത് എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതിനകത്ത് ആദ്യം ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ദെൻ അത് വൈബ്രേറ്റ് ചെയ്യുന്നു, അപ്പം അത് ഫോഴ്സ് ഒന്ന് റിട്രീവ് ചെയ്യുന്നു, അപ്പോഴും വീണ്ടും വൈബ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇനിഷ്യലി മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ? ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ അല്ലേ? സോ അത് കാരണം ആ ഒരു ബോഡിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനകത്ത് എന്തുമാത്രം എഫക്റ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കിനി നോക്കാനുള്ളത് അതിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പം നമുക്ക് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ സ്പ്രിങ്സിൻ്റെ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ഉള്ള ഇക്വേഷൻ വേണം. അതേപോലെ തന്നെ ഒമേഗ കണ്ടുപിടിക്കുന്ന √k/m എന്നുള്ള ഇക്വേഷൻ വേണം. പിന്നെ നമ്മൾ പഠിക്കുന്ന ടൈം പീരീഡ്, ഫ്രീക്വൻസി, അങ്ങനെയുള്ളതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്താണ് പറയുന്നത്? ഡിറ്റർമൈൻ ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ consisting the weight of 50 Newton attached to the cantilever through the coil spring K2, 20 Newton per meter. The cantilever cross section is 200 by 300 mm. Young's modulus of elasticity E is equal to 2.5 into 10 raised to 4 megapascal and length is equal to 2 meter. അപ്പം പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം. ഇതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ യൂണിറ്റിൻ്റെ കൺവേർഷൻസ് ആണ്. ഇപ്പം എല്ലാം നമുക്ക് എല്ലാം യൂണിറ്റ് കൺവേർഷൻസിനനുസരിച്ചിട്ട് വരുന്നു എന്നുള്ളത് നോക്കുക. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ യൂണിറ്റിനെയും എന്ത് ചെയ്യാൻ, കൺവേർഷൻ ചെയ്യാൻ വേണ്ടി. ഏതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യുക. ചിലർക്ക് എന്താണ് മീറ്ററിലിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട്. സോ മീറ്ററിലിട്ട് ചെയ്യുക. MM-ലിട്ട് ചെയ്യുന്ന, അപ്പം MM-ൽ തരുന്നവർക്ക് MM-ലിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാനായിരിക്കും ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് പറ്റുക. സോ ഇതൊരു രീതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഇപ്പോൾ ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺസ് ചേഞ്ചസ് വരാം. സോ അതെല്ലാം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിലേക്ക്, അപ്പം നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ അങ്ങനെയുള്ളതിനകത്ത്, അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. സോ MM-നെയൊക്കെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിടാനാണ് ചെയ്യുന്നത്. അപ്പോൾ MM-ലൊന്നും സാധാരണയായിട്ട് ഇടാറില്ല. സോ എല്ലാം മീറ്ററിലേക്കും ന്യൂട്ടണും കിലോ ന്യൂട്ടണുമായിട്ടൊക്കെയാണ് നിർത്തുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് കൺവേർഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് പറ്റുന്നില്ല, മീറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സോ അതിൽ തന്നെ ചെയ്തിട്ടേക്കുക, തെറ്റൊന്നുമല്ല. കാരണം ഒരാൾ മീറ്ററിൽ ചെയ്യുന്നു, ഒരാൾ MM-ൽ ചെയ്യുന്നു. സോ അതൊരു ഡിഫറൻസ് വരുന്നതേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ ആണല്ലോ? അപ്പം അതാദ്യം മൈൻഡിലുണ്ടായിരിക്കുക. ഇങ്ങനെ വരുന്ന പ്രോബ്ലംസിനകത്ത്, ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസിനകത്തും യൂണിറ്റ് കൺവേർഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ തരുന്നത് എല്ലാം ഒരേ യൂണിറ്റ് ആയിരിക്കത്തില്ല. സോ യൂണിറ്റിനെ കൺവേർഷൻ ചെയ്യാൻ പഠിച്ചോളുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താണ്ട് ഇവിടെ ഒരു ക്യാൻറ്റിലീവർ ബീമാണ്. കാരണം ഇവിടെ ഫിക്സഡ് എൻഡ് ആണ്. ആ ലെങ്ത് എല്ലാണ് കാണിച്ചിട്ടുണ്ട്. ആ എല്ല് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സിനെ K2 എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സ്റ്റിഫ്നെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് എന്നുള്ളത്, 20 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ആ സ്പ്രിങ്ങിനകത്ത് ഒരു 50 ന്യൂട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലോഡ് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ബീമിൻ്റെ ലെങ്ത് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ പറഞ്ഞിട്ടുണ്ട് 200/300. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് ഒമേഗ എൻ എന്ന് പറയുന്നത്. ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, √k/m എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഒമേഗ എൻ എന്ന് പറയുന്നത് √k/m എന്നാണ് ഇക്വേഷൻ നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത് കെയും വേണം, അതേപോലെ തന്നെ എമ്മും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒമേഗ എൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണേ. സോ അതിനകത്ത് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാസ് കണക്ഷൻ, അതായത് ഏത് മാസാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ മാസാണ് വേണ്ടത്. സോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് നോക്കിക്കേ, 50 ന്യൂട്ടൺ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, കിലോഗ്രാം ആയിരിക്കും മാസിൻ്റെ യൂണിറ്റ്. മനസ്സിലായോ? മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കിലോഗ്രാം ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ന്യൂട്ടൺ ആണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ എന്താണ്, വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്തെന്ന് പറയുന്നത് 50 ന്യൂട്ടൺ എന്ന് പറയുന്നത് അല്ലേ. സോ വെയിറ്റിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താണ് ഇക്വേഷൻ, MS = W/G എന്നാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്, MS = W/G എന്നാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ W തന്നിട്ടുള്ളത് 50 ആണ്. സോ 50/9.81. അപ്പം ഇതൊരാൾക്ക് മാസ് = എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെക്കാം. ഇതാണ്ടേ മാസ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ഒമേഗയുടെ ഇക്വേഷൻ. ഇപ്പോൾ √k/m. അപ്പോൾ കെ തൽക്കാലം വിടുക, അതിനകത്ത് എം നോക്കുക. എം താണ്ടേ 50/9.81 അവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഇൻ കിലോഗ്രാമിലാണ് തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി വരുന്നത് കെ. അപ്പം എമ്മിൻ്റെ കാര്യം ഇവിടെ കഴിഞ്ഞു. ഓക്കെ ആണേ. ദെൻ നെക്സ്റ്റ് ഇനിയും വരുന്നത് കെ ആണ്. കെ കണ്ടുപിടിക്കാം. ഓക്കെ ആണേ. കെ എന്ന് പറയുന്നതാണ് ഇവിടെ K2 എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിൻ്റെ K2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, 20 Nm/m. അപ്പം അത് K2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ K2 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ചുമ്മാ ഒരു K2 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതല്ല. ഇത് കണ്ടോ, ഇതൊരു ബീമാണല്ലേ. ഈ ബീം സെക്ഷന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. ആ സ്റ്റിഫ്നെസ്സിനെയാണ് K1 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ഇവിടെ എന്ത് തന്നിരുന്നത്, K2 എന്ന് പറഞ്ഞ് തന്നിരുന്നത്. സോ ഈ ഒരു ക്യാൻഡിലീവർ ഈ ഒരു സെക്ഷന് എന്തുണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്. ആ സ്റ്റിഫ്നെസ്സിനെയാണ് K1 എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് ആ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ SA1 നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റയുടെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ക്യാൻഡിലീവർ ബീമിൻ്റെ ക്യാൻഡിലീവർ പോർഷനിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എന്തിനെ കണ്ടുപിടിക്കുന്നത്, നമ്മളുടെ സ്റ്റിഫ്നെസ് ആയിട്ടുള്ള കെയെ കണ്ടുപിടിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം ഡെൽറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, അവിടുത്തെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും, അതാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ K1, ഇവിടുത്തെ K1, ഈ K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. പറഞ്ഞ് മനസ്സിലായതാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. K1 = P/Δ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ദെൻ ഇനി P കോൺസ്റ്റൻ്റ് ആണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Pയോടെ ഒരു ഫോഴ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ നിർത്തുക. ദെൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻറ്റിലീവർ ബീമാണ്. ബീമിൻ്റെ നടുക്ക്, അല്ലെങ്കിൽ ബീമിൻ്റെ നടുക്കല്ല, ബീമിൻ്റെ എൻഡിൽ ഒരു P ലോഡ് ആക്ട് ചെയ്യുന്ന കേസാണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൽറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. PL³ / 3EI എന്നാണ് ഇക്വേഷൻ. പറയുന്നത് മനസ്സിലായോ?
അപ്പം ഈ ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിലീവർ ബീമിൻ്റെ എൻഡിൽ പി കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൽറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് PL3/3EI എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ K1 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P/ഡെൽറ്റ ആണ്. ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് PL3/3EI ആണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം P/P ഡെൽറ്റ, അപ്പം PL3/3EI ഇങ്ങനെ ആയിരിക്കുമല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ, K1ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പിയും ക്യാൻസലായി പോകും. പിന്നെ എങ്ങനെ വരും? 3EI/L3 കണ്ടോ. അപ്പോൾ നമ്മുടെ K1 അതായത് ഈ ഒരു ബീമിൻ്റെ ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്തിരുന്ന കേസിൽ എന്താ, അപ്പോൾ ആ പോയിൻ്റ് ലോഡാണെന്നാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതൊരു സ്പ്രിങ്ങിലാണ് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ സ്പ്രിങ്ങിൽ കിടന്നാൽ പോലും ഇവിടെ എന്തുണ്ട്? ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ആ സ്റ്റിഫ്നെസ്സാണ് K1 എന്ന് പറഞ്ഞെടുത്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന കേസാണ് പഠിച്ചത്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻഡിലീവറിൻ്റെ കേസല്ല, നമുക്ക് ചിലപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് വരും. സിംപ്ലി സപ്പോർട്ടഡിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അവിടെയും നമുക്ക് ഇക്വേഷൻ എന്ത് തന്നെയാണ്? സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P/ഡെൽറ്റ എന്ന് തന്നെയാണ്. പി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ അവിടെ കാണും. അതായത് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻറ്ററിൽ വരുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഡെൽറ്റയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ K1 എന്ന് പറയുന്ന വാല്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3EI/L3 എന്ന് പറഞ്ഞു. 3I/L3 എന്ന് വന്നു. 3 ദെൻ EI എന്ന് പറയുന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട്. EI എത്രയാണ്? 2.5 × 10⁴ മെഗാപാസ്കലിലാണ് കിടക്കുന്നത്. ദെൻ അടുത്ത എന്താണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ആ ഒരു ഏരിയ തന്നിട്ടുണ്ട്. ബിയും ഡിയും തന്നിട്ടുണ്ട്. BD³ /12. ബി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 200 ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 300. ഇതെന്താണ് ഇക്വേഷൻ? BD³ /12 I എന്ന് പറയുന്നത്. L ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററിലായിരുന്നു. ബാക്കിയെല്ലാം EI ആണെന്നുണ്ടെങ്കിലും ഏരിയ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് കിട്ടുന്ന എന്തിലാണ്? അല്ലെങ്കിൽ തന്നിരിക്കുന്ന എന്തിലാണ്? MM-ലാണ്. പക്ഷെ ലെങ്ത് മാത്രം ഇവിടെ തന്നിരിക്കുന്ന എന്തിലാണ്? മീറ്ററിലാണ്. അതുകൊണ്ടാണ് ഇവിടെ MM-ലേക്ക് കൺവേർട്ട് ചെയ്തത്. കാരണം മെജോറിറ്റി പോർഷൻസും MM-ലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ലെങ്തിനെയും MM-ലേക്ക് കൺവേർട്ട് ചെയ്തത്. ഓക്കെ ആണേ? ഓക്കെ. അപ്പോൾ നമ്മുടെ K1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ K1ൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയപ്പം Nm/mm കിട്ടിയത് അല്ലേ? ന്യൂട്ടൺ. കാരണം ഇവിടെ എല്ലാം MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. K എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് Nm അല്ല എന്നുണ്ടെങ്കിൽ Nm ഇങ്ങനെയൊക്കെ വരാം. പക്ഷേ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? √K/m എന്നാണ് അല്ലേ? അതിനകത്ത് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nm/ലും അതേപോലെ തന്നെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാമിലും ആയിരിക്കണം. അത് ഒരു റൂളാണ്. റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയൻസ്/സെക്കൻഡ് എന്നാണ്. ഇത് ഒമേഗ റേഡിയൻസ്/സെക്കൻഡ്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ K വാല്യൂ Nm/ലും M വാല്യൂസ് കിലോഗ്രാമിലും ആയിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ Nm/mm കിട്ടിയ വാല്യൂവിനെ Nm/ലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ K1 അതായത് ഈ ബീമിൻ്റെ മാത്രമേ സ്റ്റിഫ്നെസ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഇവിടെ 6 സ്റ്റിഫ്നെസ്സും കൂടെ ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കൂടെ ഉണ്ട്. അപ്പോൾ 2 സ്റ്റിഫ്നെസ് വന്നു. അതായത് എന്തൊക്കെയാണ്? K1 ആൻഡ് K2 2 സ്റ്റിഫ്നെസ് വന്നു. പക്ഷേ നമുക്ക് 2 സ്റ്റിഫ്നെസ് ഒരു സ്ട്രക്ചറിന് പാടില്ല ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആകെപ്പാടെ നമുക്ക് √K/m എന്നേ ഉള്ളൂ. അതിനകത്ത് K1/m എന്നും K2/m എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഒറ്റ സ്ട്രക്ചറായിട്ട് നിന്നിട്ടാണ് ഇവിടെ 50 kN ലോഡ് ആക്ട് ചെയ്യുന്നത്. K1 K2 ഇവിടെയാണ് നമുക്ക് ആരുടെ ആവശ്യം വരുന്നത്? എഫക്റ്റീവ് സ്റ്റിഫ്നെസ്. അതായത് നമ്മുടെ സ്പ്രിങ്ങിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരിടത്ത് മാത്രമേ സ്പ്രിങ് ഉള്ളൂ.
പക്ഷേ ഇവിടെയും എന്തുണ്ട്, ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അതായത് അവിടുത്തെ ബീം എന്ന് പറയുന്നത് കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്ന ആർക്ക് പകരമാണ്, ഒരു സ്പ്രിങ്ങിന് പകരമായിട്ടാണ് കോമ്പൻസേറ്റ് ചെയ്ത് അവിടെ ബീം കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു K1 ഉണ്ട് K2 ഉണ്ട്. സോ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ എഫക്റ്റ് തന്നെ ബീം അവിടെ എന്ത് ചെയ്യും, കൊടുക്കുന്നത് കാരണം രണ്ട് സ്പ്രിങ്ങിൻ്റെ ആ ഒരു ടേം തന്നെ വരും, അല്ലെങ്കിൽ രണ്ടും സ്പ്രിങ്ങിൻ്റെ എഫക്റ്റ് തന്നെ വരും. ഇനി നെക്സ്റ്റ്, അപ്പോൾ സ്പ്രിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നു, രണ്ട് K1 ആൻഡ് K2 ഉണ്ട്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കണം, എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് ഇത് സ്പ്രിങ് സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ നോക്കുക, നമ്മളിത് സീരീസ് പാരലൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സീരീസ് പാരലൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് സീരീസ് ആണോ പാരലൽ ആണോ? ഇപ്പോൾ നോക്കിയേക്ക്, ഇത് തണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ജോയിൻറ്റിൽ കണക്റ്റിങ്, ദെൻ ഇതിങ്ങോട്ട് വീണ്ടും ഒരു സ്പ്രിങ്. അതായത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, മാസ് ഇവിടെയാണ്, സ്പ്രിങ് ഇവിടെ, ഇവിടെ സ്പ്രിങ്. അപ്പോൾ അതായത് ഒരു മാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പാരലലാക്കി കൺസിഡർ ചെയ്യാം. അതല്ല അതൊരു ജോയിൻറ്റിൽ കണക്ഷൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് കണക്ട് ചെയ്യാം, സീരീസ് ആക്കി കണക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകാം, എങ്ങനെ സീരീസ് എങ്ങനെ പാരലൽ എന്നുള്ളത്. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നടുക്ക് എന്തെങ്കിലും ഒരു മാസിൻ്റെ സെപ്പറേഷൻ, ഒരു വെയ്റ്റിൻ്റെ സെപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെയ്റ്റിൻ്റെ സെപ്പറേഷൻ അപ്പുറം ഇപ്പുറം ഉള്ളതിന് നമുക്ക് പാരലായിട്ടും കണക്റ്റിംഗ് അങ്ങ് പോകുന്നത്, അതായത് ഇതിപ്പോൾ നോക്കിക്കേ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. സോ അതിനെ നമുക്ക് എന്തിലും നമുക്ക് കൺസിഡർ ചെയ്യാം, സീരീസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. പറഞ്ഞത് മനസ്സിലായോ? സെയിം ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, സീരീസിലാണ്. അപ്പോൾ സീരീസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് സ്റ്റിഫ്നെസ് KE ആണ്. സോ ഈ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/K1 + 1/K2 ഇങ്ങനെയാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1/K = 1/K1 + 1/K2. K2 നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 Newton/m. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ദാണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ചെയ്ത് റെസിപ്രോക്കൽ എടുക്കുക, കാരണം ഇവിടെ 1/K ആണ് നമുക്ക് ചെയ്ത് കിട്ടുന്നത്. സോ കിട്ടുന്നത് എന്താണോ ആ കിട്ടുന്ന വാല്യൂവിനെ 1/ ആ വാല്യൂ ചെയ്യുമ്പോൾ മാത്രമേ KE കിട്ടത്തുള്ളൂ. സോ KE വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് എല്ലാമായി. അപ്പോൾ ωn കണ്ടുപിടിക്കാനുള്ള എല്ലാമായി. എന്താണ്, √ ഇക്വേഷൻ നമുക്കിനി KE ആക്കാം, കാരണം ഇതിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെ എഫക്റ്റീവാണ് M അല്ല നമുക്ക് തന്നിരിക്കുന്നത്. എപ്പോഴും ഓർത്തോണം 50 Newton ആണ്. സോ അതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാ. നമുക്ക് എന്ത് ആൻസർ, radians/seconds ആൻസർ കിട്ടി. ഓക്കെ ആണോ പറഞ്ഞത്? സോ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ബീമുകൾ തരുന്ന സമയത്ത് അതെന്താണെന്ന് മനസ്സിലാക്കണം. അത് അവിടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് എന്ന് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമുക്ക് ഡെൽറ്റ ആയിട്ട് ഫസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഡെൽറ്റയിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക, സ്റ്റിഫ്നെസ്സുകൾ കണ്ടുപിടിക്കുക. ഓക്കെ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the natural frequency in the side sway and natural period of vibration for the frame shown in figure. If the initial displacement is 25 mm and the initial velocity is 25 mm per second, what is the amplitude and the displacement at a t is equal to 1 second and weight of the beam is equal to 30 × 10⁶ Newton. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നാച്ചുറൽ പീരീഡ് ഓഫ് വൈബ്രേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ്, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് x0. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 25 mm. ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് V0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് V0 അല്ലാതെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, V0 അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം,
എക്സ് ഡോട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 25 mm/s. ദെൻ നമുക്കിവിടെ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ബീം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്തു പോകാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒമേഗ എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ √(k/m) ചെയ്യണം. അപ്പോൾ ഒമേഗ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒമേഗ. ഒമേഗ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? √(k/m) വേണം. അന്നത് മാസിൻ്റെ കേസ് നമുക്ക് ഉണ്ട്. മാസിൻ്റെ കേസ് വെയിറ്റ് ഓഫ് ദ ബീം എന്ന് പറയുന്നുണ്ട്. ദെൻ ഇനി ആര് വേണം? കെ വേണം. ഇനി കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ പറയാൻ വിട്ടുപോയി. ദെൻ EIAB, അതായത് ഇത് കോളമാണ്. ഈ കോളത്തിൻ്റെ EIAB ആൻഡ് ഇതിൻ്റെ EICD എന്ന് പറയുന്നത് അതും കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ പറയുന്നുണ്ട് 30 × 10⁻12 MPa എന്ന് പറയുന്നുണ്ട്. സോ അതുകൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇതെന്താണ്? അൺഡാംപ്ഡ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റമാണ്. സോ ഫസ്റ്റ് മാസിനെ ചെയ്തങ്ങ് വെക്കുകയാണ്. മാസ് എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ഫ്രെയിം വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മളുടെ സ്ട്രക്ചറൽ ഡൈനാമിക് സിസ്റ്റത്തിലേക്ക് മാറ്റണം. സോ എങ്ങനെ നമുക്കിതിനെ സ്ട്രക്ചറൽ ഡൈനാമിക് സിസ്റ്റത്തിനകത്തേക്ക് മാറ്റാം? സോ ഇങ്ങനെയാണൊരു ഫ്രെയിം വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദണ്ട് ഇവിടെ ഫിക്സ്ഡ്. ദെൻ ദണ്ട് ഈ ഒരു കോളമില്ലേ, ഈ കോളം അവിടെ ആക്ട് ചെയ്യുന്നത് സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലമെൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് വരുന്ന ഏതിൻ്റെ കേസിലാണ്? സ്പ്രിങ്ങിൻ്റെ കേസിൽ. സോ ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ദെയർ മസ്റ്റ് ബി എ സ്റ്റിഫ്നെസ് ആൻഡ് അതിന് പകരമായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പ്രിങ് വരച്ച് കാണിക്കണം. സോ വരച്ചു. ദെൻ അതേപോലെ തന്നെ ഇതും എന്താണ്? ഒരു കോളം മെമ്പറാണ്. ആ കോളം മെമ്പറും ഈ ബീമിന് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ കോളവും ആർക്ക് പകരമായിട്ടാണ്? ഒരു സ്പ്രിങ്ങിന് പകരമായിട്ടാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ വരയ്ക്കുമ്പോൾ സ്പ്രിങ് വരച്ചു. സോ ഇതിനെ നമുക്ക് K1 എന്നും ദെൻ ഇതിനെ നമുക്ക് എന്താണ്? K2 എന്നും പറയാം. ദെൻ ഈ രണ്ട് സ്പ്രിങ്ങിന് പകരം കൊടുത്തിരിക്കുന്ന ബീം കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഒരു ബീമിലാണ്. സോ ആ ബീമിൻ്റെ മാസ് അല്ലെങ്കിൽ ബീമിൻ്റെ ന്യൂട്ടൺ അല്ലെങ്കിൽ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ അത് ഒരു മാസുമായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് മാത്തമാറ്റിക്കൽ മോഡൽ. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇവിടെ K1ഉം K2 ഉണ്ട്, രണ്ട് സ്പ്രിങ് ഉണ്ടല്ലേ. ഈ രണ്ട് സ്പ്രിങ്ങും ഇവിടെ ആക്ട് ചെയ്യുന്നത് സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ അല്ലേ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിന് താഴെയാണ് ഒന്ന് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് പാരലൽ. അപ്പം ഈ ഒരു പാരലൽ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് പാരലൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ഇവിടെ കണ്ടുപിടിക്കണ്ടേ? കാരണം ഒരിടത്ത് K1ഉം ഒരിടത്ത് K2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരൊറ്റ K മാത്രമേ വരാൻ പാടുള്ളൂ. സോ അതെന്താണ്? എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ആണ്. പക്ഷേ ഇവിടെ രണ്ട് K ഉണ്ട്. ആ രണ്ട് Kയും എങ്ങനെയാണ്? പാരലലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് എഫക്റ്റീവ് സ്റ്റിഫ്നെസ് നമുക്ക് പാരലലിൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഫ്രെയിം സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ ബീം എന്ന് പറയുന്നതായിരിക്കും അവിടെ മാസ്. സോ ഈ രണ്ട് കോളങ്ങളും അവിടെ സ്റ്റിഫ്നെസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡലിനകത്തേക്ക് വരുമ്പം സ്റ്റിഫ്നെസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? സ്പ്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പ്രിങ് വരച്ചവിടെ കാണിക്കാം. സോ ഇത് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഈ ഒരു സിസ്റ്റം. ഓക്കെയാണേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ദെൻ ഇവിടെ മാസ് പറഞ്ഞു. സോ അപ്പം ഈ ബീമിൻ്റെ മാസ്സാണ് വന്നത്. സോ ബീമിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് വെയിറ്റ് ആണ്. സോ അതേ ഡിവൈഡഡ് ബൈ 9.81. സോ ഇവിടെ ന്യൂട്ടൺ ആണ്. സോ അതുകൊണ്ട് നമുക്ക് 9.81 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടുന്നത് എന്തിലായിരിക്കും? ഇൻ കിലോഗ്രാമിലായിരിക്കും. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞു. എന്നാൽ ഇവിടെ കിടക്കുന്നത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ന്യൂട്ടണെ എന്താണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർഷൻ കാണിച്ചേക്കുന്നതാണ്. kg/m/s² എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നതേ ഉള്ളൂ.
ദെൻ അത് കുഴപ്പമൊന്നുമില്ല. ദെൻ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്ടണെ ഡിവൈഡഡ് ബൈ 9.81 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഇൻ കിലോഗ്രാം വാല്യൂ ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, അപ്പം മാസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? കെ. ഓക്കെ ആണല്ലോ. കെ വാല്യൂ ഇനി കണ്ടുപിടിക്കുന്നതിനകത്താണ് നെക്സ്റ്റ് ഒരു നമ്മൾ ബൈ ഹാർട്ട് ചെയ്തൊക്കെ വെക്കണം എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അതായത് ഇതിപ്പോൾ എന്താണ്? ഒരു ഫ്രെയിമാണല്ലേ. ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കുകൾ വരുന്ന സമയത്ത് ഈ ഓരോ കോളത്തിനും വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എത്രയാണെന്നറിയാമോ? 12EI/L³ എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഡെൽറ്റ ഒന്നും എടുക്കുകയല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റിഫ്നെസ് കെയുടെ ഇക്വേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഫ്രെയിം വർക്കിൽ ഈ കോളത്തിനുള്ള ഇക്വേഷൻ, സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ, അതായത് കെയുടെ ഇക്വേഷനാണ് പറയുന്നത്. കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 12EI/L³ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ ആണേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാന്നാണ്ടേ, ഫസ്റ്റ് ഇതാണ്ട് AB ഇതിൻ്റെയാണ് ഫസ്റ്റ്. ഇതിന് ഞാൻ 1 എന്ന് പറഞ്ഞ പേര് കൊടുത്തു, ഇതിന് 2 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. സോ 1ൻ്റെ ഇക്വേഷൻ, ഇത് 2ൻ്റെ ഇക്വേഷൻ. അപ്പോൾ 1ൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, 12EI/AB/ABയുടെ L³ ദെൻ നെക്സ്റ്റ് വരുന്നത് 12EI/CD/CD L³ അല്ലേ. ദെൻ അവിടെ 12 ആൻഡ് EI ഇതാണ്ട്, EI രണ്ടിടത്തും ഒന്ന് തന്നെയാണ്. സോ രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരുമിച്ചെടുത്ത് എഴുതി. ദെൻ പിന്നെ എന്താണ്? എൽ വാല്യൂ. എൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആൻഡ് ഇവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത് 8. അപ്പോൾ രണ്ടും MM-ലായതുകൊണ്ട് ദെൻ MM-ൽ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ന്യൂട്ടൺ പെർ MM-ൽ നമുക്ക് ആരെ കിട്ടി? വാല്യൂവിനെ കിട്ടി. ദെൻ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ പെർ മീറ്ററിലാണ് വാല്യൂ വേണ്ടത്. സോ അത് എങ്കിൽ മാത്രമേ നമുക്ക് ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ കിട്ടുള്ളൂ. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. സോ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പം റൂട്ട് ഓഫ് ഈക്വേഷനെ നമുക്ക് KE/M എന്ന് വേണമെങ്കിലും എഴുതാം. സോ മാസും ഉണ്ട്, കെയും ഉണ്ട്. സോ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുക്കും. നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ നമുക്ക് ആരെ കിട്ടും? ഒമേഗാനെ കിട്ടും അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ടോട്ടൽ വാല്യൂ ഇസ് 18.645 റേഡിയൻസ് പെർ സെക്കൻഡ്സ്. നെക്സ്റ്റ് ഇനി എന്താണ് വേണ്ടത്? ടൈം പീരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, നാച്ചുറൽ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. T = 2π/ω. അപ്പം ഞാൻ പറഞ്ഞു ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2π/ω. 2π ഒമേഗയുടെ വാല്യൂ കൊടുത്തു. ദെൻ നമുക്ക് സെക്കൻഡ്സിൽ ആൻസർ കിട്ടി 0.337. ഇനി ഒരു കാര്യം കൂടെ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്? ആംപ്ലിറ്റ്യൂഡും ആൻഡ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റും അറ്റ് T = 1 സെക്കൻഡ് ആകുമ്പം. പറഞ്ഞു മനസ്സിലായോ? അപ്പം T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആകുന്നു, അത് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആകുന്നു. സോ 1 സെക്കൻഡ് ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡും ഡിസ്പ്ലേസ്മെൻറ്റും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയണം. അതായത് നമ്മൾ ഇക്വേഷൻ ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ലൈഡിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് എന്താണ്? x = c sin ഒമേഗ, x = c sin ωt + ആൽഫ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് C എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പം
ആ ഇക്വേഷനെ വേണം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ജനറൽ ഇക്വേഷൻ പറഞ്ഞത് മനസ്സിലായോ? ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ജനറൽ ഇക്വേഷനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. സോ ദാണ്ട് എക്സ് ഇസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എക്സിൻ്റെ ടേമിലോ വൈയുടെ ടേമിലോ ഏതിനകത്ത് വേണമെങ്കിലും കാണിക്കാം. അപ്പം ചിലതിനകത്ത് എക്സിൻ്റെ ടേമിലായിരിക്കും, ചിലതിനകത്ത് വൈയുടെ ടേമിലായിരിക്കും. സോ എക്സിൻ്റെയോ വൈയുടെയോ ഏത് ടേമിൽ വേണമെങ്കിലും കാണിക്കാം. സോ ഇവിടെ എക്സിൻ്റെ ടേമിൽ കാണിച്ചു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അത് തന്നെ വേർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് x0 പ്ലസ് v0 ബൈ ഒമേഗ ദി ഹോൾ സ്ക്വയർ. v0യെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്? x0 ഡോട്ട് ഈ രീതിയിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ v0 എന്ന് തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x0 പ്ലസ് v0 ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഇതെന്ന് പറയുന്നത് c. ആൻഡ് ടാൻ ആൽഫ എന്ന് പറയുന്നത് x0 ബൈ v0 ബൈ ഒമേഗ. അത് രണ്ട് നമ്മൾ ഇത് കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡയഗ്രം, ഒരു ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് അതിനകത്തു നിന്നാണ് എന്ത് കണ്ടുപിടിച്ചത്? ടാൻ ആൽഫ കണ്ടുപിടിച്ചത്. ഓർമ്മയുണ്ടോ? സോ ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു? ടാൻ ആൽഫ. x0 തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ആൻഡ് v0 ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഒമേഗ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. സോ നമുക്ക് അതിനകത്തുനിന്ന് വാല്യൂ കിട്ടി. ദെൻ അതിനകത്തുനിന്ന് ആൽഫ കിട്ടി. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി? നമുക്കറിയാം ഡിഗ്രിയും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലേ? സോ നമ്മുടെ കാൽക്കുലേറ്ററിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ കിട്ടുന്ന ഡിഗ്രിയെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? റേഡിയനകത്തേക്ക് കണ്ടുപിടിച്ചു. കാരണം ഇവിടെ ആംഗിൾ ആണ്. സോ അതുകൊണ്ടാണ് റേഡിയനകത്തേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണ്. സോ നമ്മുടെ ടാൻ ആൽഫ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രൊസീജിയറും അവിടെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ബേസിക് ഇക്വേഷൻ. സോ ആ ഇക്വേഷനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഇസ് ഈക്വൽ ടു 1.517 റേഡിയൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടി. സോ നമ്മളോട് ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് സി വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡ് ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് അല്ലേ? എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് ടൈം ഇസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമുക്കിവിടെ ഒരു കാര്യം കൂടെ വേണം, ദാറ്റ് ഈസ് സി ആണ്. സോ സി കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ? നോക്കിക്കേ, സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x0 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആൻഡ് v0 തന്നിട്ടുണ്ട്, ഒമേഗ തന്നിട്ടുണ്ട്. ദെൻ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? സിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ എക്സ് ആണ്, വൈ ഓർ എക്സിൽ നമുക്ക് അറിയാൻ പറ്റും. സോ എക്സ് നമ്മൾ കൊടുക്കുന്നു. സോ സിയുടെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടി ഈസ് ഈക്വൽ ടു 1 ആകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനകത്ത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള സി, ദെൻ സൈൻ ഒമേഗ നമ്മൾ റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സൈൻ എന്താണ്? 18.645 ടി ഈസ് ഈക്വൽ ടു 1 ആണ്, പ്ലസ് ആൽഫ ദാൻ്റെ റേഡിയൻസ്. ഇവിടെ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആൽഫയും റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തത്. സോ നമുക്ക് സി വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ നമ്മുടെ ടി ഈസ് ഈക്വൽ ടു 1 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പറഞ്ഞത് മനസ്സിലായോ? അപ്പം സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. സോ അതിനകത്ത് ടാൻ ആൽഫ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ പറഞ്ഞു. ദെൻ സി
അതിനകത്തുനിന്ന് സി കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ഇതാണ് സി കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ. അപ്പം ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ദെൻ അതിനകത്തുനിന്ന് ടി ഈസ് ഈക്വൽ ടു 1 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു 1 ആകുമ്പം, അതായത് ടൈമിന് ടി കൊടുക്കുക, സിയും കൂടെ കണ്ടുപിടിച്ച് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാസ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദ സ്പ്രിംഗ് സിസ്റ്റം ആസ് ഷോൺ. Determine the natural frequency of the system. Take K1 is equal to 5000 Newton per meter, K2, K3 8000 Newton per meter and mass is equal to 25 kilogram. ഇതാണ് ഫിഗർ. സോ ഇതിനകത്തുനിന്ന് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സ്പ്രിങ്ങിൻ്റെ. അപ്പം ഇതിനകത്തുനിന്ന് പറഞ്ഞ എന്താണ്? ഈ ഒരു സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ. അപ്പോൾ അതെന്താണ്? √K/m ആണ്. പക്ഷേ ഇവിടെ K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്. സോ അപ്പോൾ എന്തായാലും ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? √K എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നതായിരിക്കും ഇക്വേഷൻ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ K എങ്ങനെ കണ്ടുപിടിക്കും? കാരണം 3 സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക ഏതൊക്കെ സ്റ്റിഫ്നെസ്സുകൾ സീരീസിലാണ് പാരലാണ് നോക്കുക. അതാണ്ട് ഈ 2 എണ്ണം പാരലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരയ്ക്കുന്നു. അപ്പം ഇത് 2 എണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കിട്ടും. സോ അതിനെ K എടുക്കുന്നു. ആ K എങ്ങനെയാണ് കിട്ടുന്നത്? K1 + K2 അല്ലേ. ദെൻ ഇവിടെ വീണ്ടും ഞാൻ ആ മാസിനെ വരയ്ക്കുന്നു. മാസ്. ദെൻ വീണ്ടും K3 വരച്ചു. ഇങ്ങനെയായി നമ്മുടെ ഫിഗർ. അപ്പോൾ ഒരു എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് മനസ്സിലായി. ദെൻ ഇനി വീണ്ടും ഈ ഫിഗറിനെ ഒന്നുകൂടെ ചേഞ്ച് ചെയ്ത് വരയ്ക്കാം. ഈ Kയും K3യും എന്തിലാണ്? കാരണം ഒരു മാസ് വെച്ചിട്ട് മാസിൻ്റെ 2 സൈഡിലായിട്ടാണ് Kയും K3യും. സോ അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റും? വീണ്ടും ഇസ് അഗെയിൻ പാരലൽ അല്ലേ. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ഇത് രണ്ടും പാരലാണ്. സോ അപ്പോൾ എന്താവും? എഫക്റ്റീവ് സ്റ്റിഫ്നെസ് KE എന്ന് പറയുന്നത് എന്ത് വരും? KE + K3 വരും. അതായിരിക്കും എഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അല്ലേ. ഈ 2 KEയും K3യും ഒരു മാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എഗൈൻ പാരലൽ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ അറിയാം. ഒന്നിന് മുകളിൽ അപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് സീരീസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയല്ല ഇവിടെ കിടക്കുന്നത്. സോ ഇത് രണ്ടും പാരലൽ. സോ പിന്നെ KEയും K3യും വീണ്ടും പാരലാകും. സോ നമുക്ക് ടോട്ടലായിട്ടുള്ള എഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് KE2 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് നോക്കാം ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മതി. K1ഉം K2ഉം പാരലാണ്. സോ അതിൻ്റെ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ്സിനെ KE1 എന്ന് പറഞ്ഞെടുത്തു. സോ K1 + K2 അങ്ങ് സം ചെയ്താൽ മതി. അപ്പോൾ ഈ KE1 ഈസ് എഗെയിൻ പാരലൽ വിത്ത് K3. സോ ടോട്ടൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് KE1 + K3 ആയിരിക്കും. ആഡ് ചെയ്തു. ദെൻ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് KE/m ആണ്. എം അവിടെ തന്നിട്ടുള്ളത് 25 കിലോഗ്രാമിൽ തന്നെയാണ്. സോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂ കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. സോ ഈ പ്രോബ്ലംസിനകത്ത് ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് കൺവേർഷനും പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസോടെ നോക്കിക്കൊള്ളുക. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് എന്താണ്? ഇവിടെ നമ്മുടെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ ജനറൽ ഇക്വേഷൻ, ആ ജനറൽ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ടൈം പറയും. ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്തിനെ ഇക്വേഷനെ യൂസ് ചെയ്യുക? അതുകൊണ്ട് ഈ ഇക്വേഷനെ യൂസ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഈ ഇക്വേഷനെ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇവിടെ y or x വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ y എടുത്തു എന്നേ ഉള്ളൂ, x വേണമെങ്കിൽ. കാരണം y എടുത്തു കഴിഞ്ഞതാണ് ഇവിടെ ഒന്നും അത് സാറ്റിസ്ഫൈ ആകത്തില്ല. സോ അതിനെ ഞാൻ x എന്ന് തന്നെ കൊടുക്കുന്നു. സോ x is equal to c sin ωt plus alpha. അപ്പം ഇപ്പോൾ എക്സ് ടി ഇസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞത് 1 സെക്കൻഡ് ആകുമ്പം എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്.
സോ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആൽഫ വേണം. സോ ടാൻ ആൽഫ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, അതിനകത്തുനിന്ന് ആൽഫയെ കിട്ടി. ദെൻ സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. സി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. x0 ഉണ്ട്, v0 ഉണ്ട്, ഒമേഗയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ സി കിട്ടും. സോ ആ സി വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഒമേഗ വാല്യൂ, ദെൻ ടി വാല്യൂ അവിടെ 1 കൊടുക്കുക, ദെൻ ആൽഫ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് ആരെ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടും. അത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ഇസ് ഈക്വൽ ടു 1 കറസ്പോണ്ട്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതും ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ ആണേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ളത് അതായത് ഡാംപ്ഡ് സിസ്റ്റം അല്ല, അൺഡാംപ്ഡ് സിസ്റ്റമാണ്. അൺഡാംപ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രീ വൈബ്രേഷൻ ആണ്. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇത് സ്പ്രിങ്, ദെൻ ഇവിടെ മാസ്, ഇതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പി ടി അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇപ്പോൾ ഫ്രീ വൈബ്രേഷൻ ആണ്. അതേപോലെ തന്നെ അൺഡാംപ്ഡ് ആണ്. അൺഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇവിടെ ഡാഷ് പോയിന്റ് ഇല്ല, ഡാഷ് പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഡാംപർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഡാഷ് പോർട്ട് ആയിട്ടുള്ള സിയും ഉണ്ട്, സ്റ്റിഫ്നെസ്സും ഉണ്ട്. പക്ഷെ ആര് മാത്രമേ ഇല്ല? ഇങ്ങോട്ടുള്ള പി ടി ഫോഴ്സ് ഇല്ല. പി ടി ഫോഴ്സ് ഇപ്പോഴും 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്? ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. പക്ഷേ ഡാഷ് പോർട്ട് ഉണ്ട്, അതായത് ഡാംപർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാംപർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു സിസ്റ്റത്തിന് വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ ഇങ്ങനെ ഒരു സൈൻ വേവ് പോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഡാംപർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കമ്പാരിസൺ കാണിച്ചതാണ്. ഇപ്പോൾ ഡാംപർ കൊടുത്തില്ല, ഡാംപർ കൊടുക്കാതെ വരുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ദെൻ നമ്മൾ ഡാംപർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഈ ഒരു സാധനത്തിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് 0യിലേക്ക് എടുക്കും. അപ്പം ഇതാണ് നമ്മൾ ഡാംപർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തുണ്ടാകുന്ന വൈബ്രേഷൻ. ഇത് ഡാംപർ ഇല്ലാത്ത വൈബ്രേഷൻ. സോ ഒരെണ്ണത്തിന് ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും, മറ്റേതിന് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? കുറഞ്ഞ് 0യിലേക്ക് പോകും. കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് കൂടുതലും അത് ഡെസിപ്പേറ്റ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് യൂസ് ചെയ്യുന്നത് കാരണമാണ് ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണേ. സോ അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനെ ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വിത്ത് ഡാമ്പിങ്, നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗർ ഇതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാഷ് പോർട്ട് ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം ഇല്ല. സോ നമുക്ക് ആ സിസ്റ്റത്തിന് നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലും ഫ്രീ ബോഡി ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഡാഷ് പോർട്ട്, സ്റ്റിഫ്നെസ് കെ, ദെൻ മാസ് എക്സ്, ഡിസ്റ്റൻസ് അപ്പ്. ഇവിടെ പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. സോ അതിന് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മാസ് വരും. സോ ഇത് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. സോ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് ഇനേർഷ്യൽ ഫോഴ്സ് ഉണ്ടാകും, mx ഡബിൾ ഡോട്ട്. അതേപോലെ തന്നെ സി ഉണ്ട്, അതായത് ഡാംപർ കൊടുത്തിട്ടുണ്ട്. ഡാംപർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ദർ മസ്റ്റ് ബി എ ഡാമ്പിങ് ഫോഴ്സ്. ഡാമ്പിങ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CX ഡോട്ട് എന്നാണ്. സോ CX ഡോട്ട് ഉണ്ട്. പിന്നെ അവിടെ സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ KX. ഇതെല്ലാം ഏത് ഡയറക്ഷനാണോ മൂവ്മെൻറ്റ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ആ 3 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണേ. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ഡെറിവേഷനാണ്. അപ്പം ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഷോർട്ടാക്കി പഠിക്കാൻ ഓർത്തിരിക്കുക. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കുക. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. സോ അത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ അത്രയും ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അത്രയും ആവശ്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓർത്ത്, അതായത് ചില മൈന്യൂട്ടായിട്ടുള്ള ഇത് കാണാതെ പഠിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ഈ ഒരു കാര്യത്തിന് നമുക്ക് ഫോളോ ചെയ്യാം. സോ നോക്കുക. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്തുനിന്ന്, ഫ്രം ദി ഫ്രീ ബോഡി ഡയഗ്രാം
നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. സോ ഫ്രം ദ ഫ്രീ ബോഡി ഡയഗ്രാം ദ ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത് നോക്കിക്കേ, ഇതിനകത്ത് നിന്ന് നമുക്കൊരു ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഇതിനകത്തുനിന്നൊരു ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ വേണം. എങ്ങനെ പറയാൻ പറ്റും? നോക്കിക്കേ, ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ടാണല്ലേ. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതിനെ നമ്മൾ മൈനസ് ആണെന്ന് വിചാരിച്ചെടുക്കുക. സോ മൈനസ് എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് കെ എക്സ്, സോറി തെറ്റിപ്പോയി, മൈനസ് എം എക്സ് ഡബിൾ ഡോട്ട് മൈനസ് സി എക്സ് ഡോട്ട് മൈനസ് കെ എക്സ് ഇല്ലേ. ഇനി റൈറ്റ് സൈഡിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ നമുക്കതിന് 0 എന്ന് പറഞ്ഞെടുക്കാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ളതിനെ നമ്മൾ പോസിറ്റീവായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ 0 ഈസ് എഗൈൻ 0. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇവിടെ എല്ലാം മൈനസ് ആണല്ലേ. സോ ഈ മൈനസിനെ കോമൺ എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? മൈനസിനെ മാറ്റി പ്ലസ് ആക്കുന്നു. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് കെ എക്സ്. ഇപ്പം ഇവിടെ എന്താകും? മൈനസ് ആകും. മൈനസ് 0 ഈസ് ഈക്വൽ ടു 0. ദെൻ ഈ 0യും കൂടി ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. നമ്മുടെ ഡാമ്പറും കൂടെ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ സി എക്സ് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തു. ദെൻ ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കോംപ്ലിമെൻ്ററി ആൻഡ് ഓക്സിലറി ഇക്വേഷൻ, കോംപ്ലിമെൻ്ററി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ. സോ ആ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡി ബൈ ഡി ടി സ്ക്വയറിൻ്റെ ടേമിലേക്ക് ആക്കുന്നു. ഇവിടെ എക്സ് ഡബിൾ ഡോട്ട് ഉള്ളതുകൊണ്ട് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് സി ബൈ എം ഇസ് ദ കോഎഫിഷ്യൻ. സോ എക്സ് ഡോട്ട് ഉള്ളതുകൊണ്ട് ഡി ബൈ ഡി ടി ഓഫ് എക്സ്, എക്സിൻ്റെ ഡി ബൈ ഡി ടി. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കെ ബൈ എം എക്സ്, എക്സ് എഴുതിയതിലും ആവശ്യമൊന്നുമില്ല, കെ ബൈ എം എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചു എന്നേ ഉള്ളൂ. ദെൻ ഡി ബൈ ഡി ടി ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ഡി ബൈ ഡി ടിയെ നമ്മൾ ക്യാപിറ്റൽ ഡി കൊണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാത്സിനകത്ത്. ഡി ബൈ ഡി ടിയെ നമ്മൾ ആരെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുന്നു? ക്യാപിറ്റൽ ഡി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ ഡി ബൈ ഡി ടിയുടെ സ്ക്വയർ ആണ്. സോ ഡി സ്ക്വയർ. പിന്നെ നമുക്ക് എക്സിൻ്റെ ആവശ്യമില്ല, എക്സിൻ്റെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. സോ സി ബൈ എം ഡി ബൈ ഡി ടി ഡി ദെൻ കെ ബൈ എം എക്സ്. എക്സ് അതാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ പിന്നെ എക്സിന് എഴുതേണ്ട, അതിനെ നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റന്റ്, അതായത് എല്ലാത്തിനകത്തും എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സോ എക്സിനെ കോമൺ ആക്കി എടുത്താൽ മതി, ഈക്വൽ ടു 0. നമ്മളതിനെ സെക്കൻഡ് ഇക്വേഷൻ ആക്കി എഴുതുന്നു. ദെൻ ടു സോൾവ് ദി ഇക്വേഷൻ 2, നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇതാണ്. ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ആൻ ഓക്സിലറി ഇക്വേഷൻ. നമുക്കൊരു ഓക്സിലറി ഇക്വേഷൻ വേണം. ആ ഓക്സിലറി ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് എടുത്തേക്കുന്നത്? വീണ്ടും നമ്മുടെ ഡി എ നമ്മൾ ആരെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തു? എം കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തു. ഓക്കെ ആണല്ലോ. സോ എം സ്ക്വയർ എ പ്ലസ് സി ബൈ എം ഓഫ് എം, എം സ്ക്വയർ എ പ്ലസ് സി ബൈ എം ഓഫ് എം പ്ലസ് കെ ബൈ എം എസ് ഈക്വൽ ടു 0. ഇവിടെ സി ബൈ എം, ഡിക്ക് നമ്മൾ എം എന്ന് പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഒരു എം വന്നത്. ഒരിക്കലും ഈ എമ്മും തമ്മിൽ വെട്ടിക്കളയരുത്, വെട്ടിക്കളയാൻ പറ്റുന്നതല്ല. അതായത് കണ്ടേ, ഈ എമ്മും 2 എം ആണ്. അതായത് നമ്മുടെ ഡി റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുള്ള എം ആണ് ദാണ്ട് ഈ എം. സോ അതുകൊണ്ട് ഒരു കാരണവശാലും അതായത് വെട്ടിക്കളയാനായിട്ട് പാടില്ല. സോ ഇങ്ങനെ നിർത്തി. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഓക്സിലറി ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കുന്നത് ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോ 1 to m എന്ന് പറയുന്നതിനാണ് നമുക്ക് ആ റൂട്ട് കിട്ടുന്നത്. സോ m12 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സി ബൈ എം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by
2m, അതല്ല ഇക്വേഷൻ. സോ മൈനസ് സി ബൈ എം പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, അതായത് എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്, ബൈ 2 അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ൻ്റെ എമ്മിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എത്രയാണ് 1. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മളത് കൊടുത്തു, നമുക്ക് ഇക്വേഷൻസ് കിട്ടി. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇതിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ നോക്കിയേ, സി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു km ബൈ എം സ്ക്വയർ. പറഞ്ഞത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം സി സ്ക്വയർ, ഇവിടെ വീണ്ടും ഒരു എം സ്ക്വയർ ഉണ്ട്. സോ എം സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടുത്തെ ഒരു എമ്മും ഇവിടുത്തെ എം സ്ക്വയറും ഇവിടുത്തെ ഒരു എമ്മും തമ്മിൽ ക്യാൻസലായി. സോ ഇവിടെ എന്ത് വരും, എം വരും. സോ ആ രീതിയിൽ താഴെ ത്രൂ ഔട്ട് എന്ത് വരും, എം സ്ക്വയർ വരും. സോ സി സ്ക്വയർ മൈനസ് 4km ബൈ എം സ്ക്വയർ ബൈ 2. ഓക്കെ ആണല്ലോ? ദെൻ ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് സി ബൈ 2m, ഈ 2നെ മുകളിലേക്ക് കൊടുത്തെഴുതി, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ 2m സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് ചെയ്യും, 4km ബൈ 2m സ്ക്വയർ ആവും. സോ ഇത് റൂട്ടിനകത്തേക്കാണ് പോകുന്നത്. റൂട്ടിനകത്തേക്ക് പോകുമ്പം 2 സ്ക്വയർ ആവും. സോ 4ഉം താഴത്തെ 2ൻ്റെ സ്ക്വയറും കൂടെ വന്ന് 4ഉം ക്യാൻസലായി പോകും. ദെൻ പിന്നെന്താണ്, ഇവിടുത്തെ എം സ്ക്വയർ, ഇത് എം സ്ക്വയറും അങ്ങനെ തന്നെയാണ് ക്യാൻസലായി പോയിട്ടാണ് ഇവിടെ എം വന്നേക്കുന്നത്. ഓക്കെ ആണേ? സോ നിങ്ങൾക്കത് ചെയ്ത് നോക്കേണ്ട കേസാണ് എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത്. പറഞ്ഞത് മനസ്സിലായോ? സോ നമുക്കപ്പോൾ എന്ത് കിട്ടി, നമുക്കതിൻ്റെ റൂട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഓരോ ഓക്സിലറി ഇക്വേഷനും ഇങ്ങനെയാണ് റൂട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ജനറൽ ഇക്വേഷനോ ഫോർമാറ്റ് ഉണ്ട്. സോ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട് ഇതിന് കറസ്പോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു m1t പ്ലസ് c2 ഇ റേസ് ടു m2t എന്നാണ്. അവിടെ c1ഉം c2ഉം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്, വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ യൂസിങ് ദി ഇനിഷ്യൽ കണ്ടീഷൻസ്. ഇനിഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് c1നെയും c2നെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്തുനിന്ന് ഫ്രീ ബോഡി ഡയഗ്രത്തിനകത്ത് ഇക്വേഷൻ ഓഫ് മോഷനെ ഉണ്ടാക്കുക, ദെൻ അതിനെ ഓക്സിലറി ഇക്വേഷനാക്കി മാറ്റി അതിനെ റൂട്ട്സിലേക്ക് കൊണ്ടുവരിക. പറയുന്നത് മനസ്സിലായോ? റൂട്ടിലേക്ക് കൊണ്ടുവരിക. ദെൻ അതിന് ശേഷം എന്ത് കൊണ്ടുവരിക, നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക. ജനറൽ ഇക്വേഷൻ എഴുതിയിട്ട് c1ഉം c2ഉം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്, ഇനിഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വരെ എഴുതുക. ദെൻ നമുക്കിനി 3 കേസസ് ഉണ്ട്. അപ്പം ഇത് ജനറൽ ഇക്വേഷനാണ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാംപ്ഡ് ഫോഴ്സ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡാംപ്ഡ് കണ്ടീഷൻ്റെ ജനറൽ ഇക്വേഷനാണ്. ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ്റെ ഒരു ജനറൽ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ജനറൽ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്, പറയാം. ഫസ്റ്റ് വൺ, നമ്മുടെ c/2m എന്ന് പറയുന്ന ഫാക്ടർ അതിൻ്റെ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ k/m. അപ്പോൾ അതൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. അതാണ്ടേ ഇതിനകത്ത് ഈ c/2m നമ്മുടെ k/m. അപ്പോൾ നമ്മുടെ ഈ റൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. c/2m ദ ഹോൾ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ k/m ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. റൂട്ട് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0-നേക്കാട്ടിൽ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. ആൻഡ് ദ സിസ്റ്റം ഈസ് ടേംഡ് ആസ് ഓവർ ഡാംപ്ഡ് സിസ്റ്റം. അപ്പം ഇങ്ങനെയാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഓവർ ഡാംപ്ഡ് സിസ്റ്റം ആയിരിക്കും. ദെൻ c/2m ദ ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ k/m. അപ്പം നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് സൈനിലുള്ള വാല്യൂസ് ആയിരിക്കും. സോ ലെസ് ദാൻ 0 ആയിരിക്കും. ആൻഡ് ദ സിസ്റ്റം ഈസ് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ആൻഡ് c/2m ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു k/m ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്നായിരിക്കും പറയുന്നത്. അപ്പം ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ് ആൻഡ് ക്രിട്ടിക്കൽ ഡാമ്പിങ്.
ഇത് മൂന്നും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു നമ്മുടെ ആംപ്ലിറ്റ്യൂഡിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിഗർ ഉണ്ട്. ഓവർ ഡാമ്പിങ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്, അണ്ടർ ഡാമ്പിങ് വരുമ്പോൾ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ ഡാമ്പിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. അപ്പം അത് ഓരോന്നിനും ഓരോ ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേഷൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ ഓരോന്നിനും ഓരോ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ഡെറിവേഷനും അണ്ടർ ഡാമ്പിങ് സിസ്റ്റത്തിനകത്ത് നമുക്കൊരു പുതിയ ടേം കിട്ടും, ഓവർ ഡാമ്പിങ് സിസ്റ്റത്തിനകത്തൊന്നും പുതിയ ടേം കിട്ടും. അതായത് ഓരോ സിസ്റ്റവും ഡാമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പം ഓവർ ഡാമ്പിങ് സിസ്റ്റത്തിൽ, അതായത് ഓവർ ഡാമ്പിങ് ആകുമ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ ആകുമ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ ഡാമ്പിങ് കണ്ടീഷൻ ആകുമ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? സോ ഇതിനെ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് എടുത്ത് വെച്ച് പഠിക്കാനുണ്ട്, ജനറൽ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്, അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.